ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സുരേഷ് ഗോപിയുടെ ശാസ്തമംഗലത്തെ വീട്ടിലെത്തിയാണ് ക്ഷണിച്ചത്. ബദൽ സംഗമത്തെ പോസിറ്റീവായി കാണുന്നുവെന്ന് PS പ്രശാന്ത് 24നോട് പറഞ്ഞു. ഞങ്ങൾക്കിതൊരു രാഷ്ട്രീയമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും രാഷ്ട്രീയം പാടില്ല. അവിടെ നമുക്ക് വിശ്വാസമാണ് പ്രധാനം. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെട്ട് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി അങ്ങനെ തന്നെയാണ് കൃത്യമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ഒരു വികസനം അവിടെ ആവശ്യമാണ്. MC പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, അങ്ങനെ ഓരോ നേതാക്കളെയായി നേരിൽ കണ്ട് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ക്ഷണിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. പ്രവിധ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട UDFും BJPയും ഒരുപോലെ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് ക്ഷണിച്ചത്. ഇന്ന് വൈകുന്നേരമാണ് ശാസ്തമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നോ ഇല്ല എന്നോ ഉള്ള മറുപടി സുരേഷ് ഗോപി നൽകിയിട്ടില്ല. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് സംസാരിച്ചത് എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്ന കാര്യം. പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ട്. വിശ്വാസമാണ് പ്രധാനം. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന് ഒരു രാഷ്ട്രീയവും ഇല്ല എന്നതാണ് PS പ്രശാന്ത് ഇന്നും ആവർത്തിച്ച കാര്യം. ഈ രാഷ്ട്രീയം കലർത്തേണ്ട ഒരു കാര്യമില്ല. താൻ പൂർണ്ണമായും സമ്പൂർണമായ ഒരു ഭക്തനാണ്. ഇത് ഈ അനാവശ്യ വിവാദമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ നിലപാട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ആ വിവാദങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ നിലപാട് മാറ്റുന്ന കാര്യം ആലോചിക്കേണ്ട സാഹചര്യം വന്നാൽ അപ്പോൾ ആലോചിക്കാമെന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിശ്വാസ സംഗമം നടത്തുന്നുണ്ട്. ഇതിന് ബദലായാണ് ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ബദൽ സംഗമം നടത്തുന്നത്. ഈ ബദൽ സംഗമത്തെയും പോസിറ്റീവായി കാണുന്നു എന്നുള്ള വിശദീകരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവിന് ആദ്യമായി അദ്ദേഹം ഒരു മറുപടി കൂടി നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം മറ്റ് വിയോജിപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പ്രസ് സെക്രട്ടറിയാണ് കാണാൻ പോയത്. പക്ഷേ അദ്ദേഹം അതിനകത്ത് വിയോജിപ്പുള്ള നേതാക്കളെയും നേരിൽ കണ്ട് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് സുരേഷ് ഗോപിയുടെ ശാസ്തമംഗലത്തെ വീട്ടിലെത്തി ക്ഷണിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.